Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ, നോക്കൂ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നതെന്ന്. ഇത് എന്താണ്? ഇത് കൊണ്ട് നമുക്ക് എന്ത് ഈ ചെയ്യാനാവും? ലേസർ കണ്ടുകൊണ്ട് നിങ്ങൾ എവിടെ ഫയർ ചെയ്താലും അവിടെ ഒരു ഫൈറ്റിംഗ് സോൺ റിംഗ് ഉണ്ടായിരിക്കും. എന്നിട്ട് അവിടെ ആ റിങ്ങിനകത്ത് എത്ര മനുഷ്യരുണ്ടെങ്കിലും അവര് തമ്മിൽ കിടന്ന് അടിക്കാൻ തുടങ്ങും. വാ, വാടിപൊളിയായിട്ടുള്ള ഗാഡ്ജറ്റ്. ഇപ്പൊ ഞാൻ മോട്ടോലിയും പത്തിലൊന്നിയും ഒരു വഴിയാക്കും. നോ ജോൺ, ഒരു കൈ കൊണ്ട് പൈസ താ, അടുത്ത കൈ കൊണ്ട് ഗാഡ്ജറ്റ് എടുക്കൂ. എനിക്ക് 2 കോടി രൂപ വേണം. സാർ, ഇതിനു മുന്നേ ഞാൻ എപ്പോഴെങ്കിലും പൈസ തരാണ്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ? നമ്പർ 1, നമ്പർ 2 ഇതാ വെച്ചോളൂ. ഈ മൊത്തം 2 കോടി രൂപയും നിങ്ങൾക്കാണ്. ജോൺ, നീ വീണ്ടും എന്നെ ചതിച്ചിരിക്കുന്നു. മോട്ടോ പത്ലു, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും തയ്യാറായിരിക്കോ? ജോൺ, എനിക്കിപ്പോ ഫൈറ്റ് ചെയ്യാനുള്ള മൂടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിനക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ എങ്കിൽ പിന്നെ വരൂ, യുദ്ധം ചെയ്യൂ. ലെറ്റ് മീ കറക്റ്റ് യു. ഞാൻ നിങ്ങളുടെ കൂടെ അടികൂടില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ജോൺ, നീ വല്ല പകൽക്കിനാവും കാണുവാണോ? പകൽക്കിനാവൊന്നും ഒരിക്കലും നടക്കില്ല ജോണേ. ഈ മോട്ടു പത്ലു ജോഡി ഇന്ന് വരെ തമ്മിൽ വഴക്കിട്ടിട്ടില്ല. അധികം സന്തോഷിക്കല്ലേ മോട്ടോ. ഞാൻ അധികം സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതും എന്റെ മുന്നിൽ വെച്ച്, ഇപ്പൊ തന്നെ ഇവിടെ വെച്ച്. എന്നാ പഠിച്ചോളൂ. റെഡി, സ്റ്റഡി, ഗോ. എന്റെ കൈകൾ എന്റെ കൺട്രോളിൽ നിന്ന് പോയിരിക്കുകയാണ്. എനിക്കിത് പിടിച്ചു നിർത്താനാവുന്നില്ല. പത്ലു, എന്റെ കൈയും നിന്നെ ഇടിക്കാൻ വന്നോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? സോറി പത്ലു, നിനക്ക് ഇടിയൊന്നും കൊണ്ടില്ലല്ലോ. സോറി മോട്ടു. ഞാനും ഒരുപാട് കൺട്രോൾ ചെയ്ത് നോക്കി. പക്ഷെ എന്റെ കൈയും കാലും എന്റെ കൺട്രോളിലല്ല മോട്ടു. സോറി മോട്ടു. വെരി സോറി. അയ്യോ, സോറി പത്ലു, വെരി സോറി മോട്ടു. ഇത് കാണാൻ എന്ത് രസമാണ്. മോട്ടുവും പത്ലുവും തമ്മിൽ തല്ലുന്നത് കാണാൻ നല്ല രസമുണ്ട്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്തിനാ തമ്മിൽ തല്ലുകൂടുന്നത്? നിങ്ങളുടെ ചങ്ങാത്തം ലോകത്ത് എല്ലാവർക്കും അറിവുള്ളതല്ലേ? പത്ലു, നമ്മൾ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമായിരുന്നില്ലേ? അല്ലാതെ പിന്നെ എന്താ? എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. ജോണ് നമ്മളെ എന്തോ ചെയ്തതാണ്. അവന്റെ കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവൻ ആ ഗണ്ണുകൊണ്ട് നമ്മളെ ഫയർ ചെയ്തെന്നാ. അതിനുശേഷമാണ് നമ്മള് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആ ജോണിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. മോട്ടു, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ ചിങ്കൻ സാറിന്റെ അടുത്തേക്ക് പോവാം. വരൂ. ഡോണ്ട് വറി മോട്ടു പത്ലു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ആ ജോൺ അറസ്റ്റ് ചെയ്തോളാം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. നിങ്ങൾ എവിടെ തന്നെ ഇരിക്കുക, എന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. എവിടവൻ? ജോൺ. ഹലോ ചിങ്ങം സാർ, ഇന്ന് നല്ല ഉന്മേഷത്തോടെയാണല്ലോ കാണുന്നത്. എന്ത് പറ്റി സാർ?
ഗോഡ്, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ കയ്യിൽ ഒരു ലേസർ ഗണ്ണുണ്ട്. അതുകൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തമ്മിൽ തല്ലും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി നടക്കില്ല. ഇന്നത്തോടെ നിന്റെ കഥ തീർന്നു. നിന്നെ നേരിടാൻ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. പറ, ഞാൻ ആരോട് ഫൈറ്റ് ചെയ്യണം? എങ്ങനെ ഫൈറ്റ് ചെയ്യണം? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്നോടൊപ്പം നീ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോ? ചിങ്കം സാർ, നിങ്ങൾ എന്നെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആവാൻ പോവുകയാണ്. അതെ, കമോൺ സാർ, എന്നെ അറസ്റ്റ് ചെയ്യൂ. ചിങ്കം സാർ, വരൂ സാർ, വന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ. പ്ലീസ് സാർ, പ്ലീസ്. ജോൺ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ. ഇതും നമുക്കാണ്. ഈ ബാങ്കിന് ഞാൻ കൊള്ളയടിക്കാൻ പോവുകയാണ്. വരീനടാ. വേഗം വാടാ, മൊത്തം കൊള്ളയടിച്ചു കഴിഞ്ഞു. പൊളിച്ചെടുത്തല്ലോ. മനുഷ്യനും നീളും തമ്മിൽ ഫൈറ്റോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മനുഷ്യനും നീളും തമ്മിൽ ഫൈറ്റ് ഉണ്ടായത് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. ചേടാ, എന്റെ സുഹൃത്തെ, എന്റെ ബ്രോ, എല്ലാരും ഒന്നും മിണ്ടാതിരിക്കേ. ജോൺ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്ക് പിടികിട്ടി. അതെ, ഞാൻ എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം. കഴിഞ്ഞു. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, മോട്ടു ബത്ലു, രണ്ടുപേരും ഈ ആന്റിഡോട്ട് ഒന്ന് കുടിക്ക്. അതിനുശേഷം ജോൺ എന്ത് തന്നെ ലേസർ ഗൺ വെച്ച് നിങ്ങളെ ഫയർ ചെയ്താലും നിങ്ങൾക്കൊന്നും ആകില്ല. അതെ, കുടിക്കൂ. ജോൺ ആകാൻ പോകുന്നു. ഡോൺ ജോൺ ആകാൻ പോകുന്നു. ഡോൺ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ തല്ലാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ജോണേ, നീ ഞങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങളിപ്പോ നിന്നെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ പിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് വേണ്ടേ? പിന്നെയല്ലേ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലാൻ പറ്റൂ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്നെ പിടിക്കുന്നതിനെ കുറിച്ചല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? ഇപ്പോൾ എന്ത് പറ്റി?
ജോൺ, ഇപ്പൊ നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഇനി വന്ന് തല്ലടാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ ചെയ്യേ. നിങ്ങൾ രണ്ടുപേരുടെ മേത്തും എങ്ങനെ എന്റെ ഗാഡ്ജറ്റ് വർക്ക് ചെയ്യാതായി? കാരണം ഞാനും പത്തിലും ഡോക്ടർ ജഡ്കേന്റെ അടുത്ത് പോയി ആന്റിഡോട്ട് ആദ്യമേ കഴിച്ചതായിരുന്നടാ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്റെ മുമ്പിൽ യുദ്ധം ചെയ്യുന്നത് പോലെ അഭിനയിച്ചതാണടാ. എന്ത്? നിങ്ങൾ രണ്ടുപേരും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ചീറ്റിംഗ് ആണ്. ചിങ്കം സാർ, നിങ്ങൾ തന്നെ പറയൂ, ഇത് കള്ളക്കളിയല്ലേ? പ്ലീസ്. ചിങ്കം, നീ എന്നെ കുറിച്ച് ഓർത്തു? ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് വന്നു. ഏ ജോൺ, നീ എന്റെ നിഴലിനെ കൊണ്ട് എന്നെ ഒരുപാട് തല്ലിപ്പിച്ചു. ഇപ്പോ നിന്റെ ഊഴമാണ്. സോറി സോറി, എന്നെ വിട്ടേക്ക് പ്ലീസ്. നമ്പർ 1, നമ്പർ 2, നോ. വേണ്ട, നമ്പർ 1 എന്നെ വിട്ടേക്ക്. നമ്പർ 1 നമ്പർ 1 നമ്പർ 2, നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ മാസ്റ്റർ അല്ലേ? പ്ലീസ്, ഞാനാണ് നിങ്ങളുടെ ബോസ്. വിട്ടേക്ക്. വേണ്ട, തലല്ലേ. നമ്പർ 1 നമ്പർ 2 വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.